ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാശ്മീരി സ്റ്റൈലിലുള്ള യാഖിനി പുലാവ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ യാഖിനി പുലാവാണ് ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. സാധാരണ പുലാവൊക്കെ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലേവറോട് കൂടിയൊരു പുലാവ് തന്നെയാണ്. സാധാരണ പുലാവൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ അരി വെള്ളത്തിലല്ലേ കുക്ക് ചെയ്തെടുക്കുക. ഇത് പക്ഷെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കിയിട്ട് അതിലാണ് കുക്ക് ചെയ്തെടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റുള്ള നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവിന്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. ചിക്കൻ യാഖിനി പുലാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ എല്ലോട് കൂടിയ ചിക്കനാണ്, എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. ഇത് ഞാനിവിടെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം. നമുക്ക് ഇതിന്റെ ഒരു സ്റ്റോക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ യാഖിനി ബ്രോത്ത് എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വലിയ ഇല്ലാണെങ്കിൽ 4 എണ്ണം മതി. ഇതിലിപ്പോൾ ചെറുതും വലുതൊക്കെ ഉള്ള കാരണമാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി പിന്നെ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മുഴുവനോട് കൂടിയ മല്ലിയാണ് കേട്ടോ. ഇത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. 2 ബേ ലീവ്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6 ഗ്രാമ്പു ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 5 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സാധാരണയായിട്ട് ബ്ലാക്ക് കാഡമ ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സാധാരണ ഉപയോഗിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഇതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ട ഒന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനോട് കൂടിയ കുരുമുളക് 1/2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. തക്കോലം 1 എണ്ണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ തന്നെയാണ് ഈ ചിക്കൻ കഷ്ണങ്ങളിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കയറുള്ളൂ. പിന്നെ 6 കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിൽ 6 കപ്പ് വെള്ളം. ഈ ഒരു പാത്രത്തിൽ ഏകദേശം ഫുള്ള് തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം, അതുവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ എല്ലാം അവിടേക്ക് ഒന്ന് വന്നോളും, അല്ലെങ്കിലും തിളച്ച് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വന്നോളും. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 4 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് കഴുകിയതിന് ശേഷം. അപ്പോൾ ഏത് ബ്രാൻഡ് ബസ്മതി റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബസ്മതി റൈസ് അല്ലാതെ സാധാരണ പച്ചരി, ഇപ്പോൾ ജീര റൈസ് ഉപയോഗിച്ചിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി റൈസ് തന്നെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 കപ്പ് റൈസ് ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഇനി ഇത് ഞാനൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ ഈ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചല്ല, നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് കുതിർത്തി എടുക്കണം. ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ നമുക്കിത് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്യണം. അതിനുശേഷം ഈ ഒരു അരി ഊറ്റി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു യാഖിനി ബ്രോത്തൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ. ഇപ്പം ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഈ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഈ ചിക്കൻ പീസസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് വെന്ത് കുഴഞ്ഞ് പോണ രീതിയിൽ കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ആ ഒരു കുക്കിംഗ് ടൈമിനനുസരിച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അതായത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നിന്ന്. പെട്ടെന്ന് വേവണ ചിക്കൻ ആണെങ്കിൽ 15 മിനിറ്റ് ഒക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളാണ്, അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ചിക്കൻ്റെ ഫ്ലേവേഴ്സും ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സും എല്ലാം നന്നായിട്ട് ഇറങ്ങി വരണം, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ചിക്കൻ കഷ്ണങ്ങൾ മാത്രം നമുക്ക് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ അരിച്ചെടുക്കും. സവാളയൊന്നും വേണ്ട കേട്ടോ, സവാളയൊക്കെ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ സവാള ഇതിൻ്റെ കൂടെ പോകുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കട്ടെ. ഇപ്പോൾ കണ്ടോ, എല്ലാ ചിക്കൻ പീസസും ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു സ്റ്റോക്ക് മുഴുവനായിട്ട് നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ചിക്കൻ്റെ നല്ല ഫ്ലേവേഴ്സും എല്ലാം ഉണ്ട്. നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ ഇത്രയ്ക്ക് ഹോൾ സ്പൈസസിൻ്റെ ആവശ്യമില്ല. നമ്മളിത് അരി കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഹോൾ സ്പൈസസ് കൂടുതൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സൂപ്പിനാണെങ്കിൽ ഇതിലിപ്പോൾ ഹോൾ സ്പൈസസിൻ്റെ അളവ് കുറച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി, അതായത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കാം. അതുപോലെ ഇപ്പോൾ ബിരിയാണി അല്ലെങ്കിൽ ഏത് ടൈപ്പ് റൈസ് വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. കാരണം നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതുപോലെ സ്റ്റോക്ക് തയ്യാറാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഏത് ടൈപ്പ് റൈസ് ഉണ്ടാക്കിയാലും നല്ല ഫ്ലേവർ ആയിരിക്കും. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് തന്നെ വരും. അതുപോലെ ചില്ലി ചിക്കൻ, ബാക്കി ഏത് ടൈപ്പ് ചിക്കൻ കറി, അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ റെസിപ്പീസിലൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് വെള്ളത്തിന് പകരമായിട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നന്നായിട്ട് തന്നെ വരും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുണ്ടല്ലോ, ഇത് നമുക്ക് മാറ്റാം. ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുള്ളതാണല്ലോ. ഇതിന് വേണ്ട, നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം എത്രയ്ക്ക് അളവുണ്ടെന്ന്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 6 കപ്പ് അളവിൽ ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ യാഖിനി ബ്രോത്താണ്. ഞാനൊന്ന് അളന്ന് നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് തന്നെയാണ്. 6 കപ്പാണ് കേട്ടോ. നമ്മൾ 6 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. പക്ഷേ ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അത് കാരണം കുക്കായിട്ട് വന്നപ്പോഴും 6 കപ്പ് അളവിൽ തന്നെ ഈ ഒരു ചിക്കൻ ബ്രോത്ത് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം, തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ബിരിയാണി പോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത്രയ്ക്ക് വലിയ അളവിൽ തയ്യാറാക്കുന്നത് കാരണമാണ്. ഇനി ഈ പാത്രം ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു എണ്ണയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വന്നോട്ടെ. ബട്ടറും ഈ ഒരു എണ്ണയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ, ബട്ടറും എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പൂണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 6 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഒരു 4 ഏലക്കായ, പിന്നെ ഒരു 7-8 കുരുമുളക് മുഴുവനോട് കൂടി ഇതാണ് കേട്ടോ. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഹോൾ സ്പൈസസിൻ്റെ ഈ ഒരു ഫ്ലേവേഴ്സ് എല്ലാം ഈ ഒരു എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് വരട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചതാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരെണ്ണം തന്നെ മതിയാവും. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നിന്ന് വഴന്ന് വരണം. സവാള നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് തന്നെ വരണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് വരാം. അപ്പോഴായിരിക്കും ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വരിക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകാൻ തന്നെ നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, സവാള ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഡ്രെയിൻ ചെയ്ത് വെച്ചാൽ ചിക്കൻ പീസസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എരിവിനനുസരിച്ച് കേട്ടോ. 3-4 ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ചേർത്തിട്ട് മുളക് പൊടി ഇല്ലാതെ നമുക്ക് ഈ ഒരു പുലാവ് തയ്യാറാക്കാം. അതുപോലെ പച്ചമുളകും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ തീരെ എരിവില്ലാതൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അതുതന്നെയാണ് ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. പിന്നെ ചിലർ ഈ ഒരു യാഖിനി ബ്രോത്ത് ഉണ്ടല്ലോ, അത് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ യാഖിനി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഒരു നമ്മൾ സ്റ്റോക്ക് തയ്യാറാക്കിയില്ലേ, അതിനെയാണ് യാഖിനി എന്ന് പറയുന്നത്. ഇനി കുറച്ച് സമയം ഇതുപോലെ ചിക്കൻ ഇതിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവുണ്ടോ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണത്. ഇതിനിപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തൈര് ഒഴിച്ചു കൊടുക്കുക. അതായത് പുളിയില്ലാത്ത നല്ല കട്ട തൈര് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലെ ടേസ്റ്റ് നോക്കുക. അതായത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഇതിലിപ്പോൾ ഒരു ഇത് ഉപ്പുണ്ട്, കുറച്ച് ചേർത്താൽ മതി. അതായത് റൈസ് കുക്കായിട്ട് വരുമ്പോൾ ഉപ്പ് പെർഫെക്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കറക്റ്റായിട്ട്, അതായത് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോഴായിരിക്കും നന്നായിട്ട് വരാം. ഇപ്പം കണ്ടോ, ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബസ്മതി റൈസ് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൈറ്റ് പുലാവ് എന്നാണ് പറയാട്ടോ. ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഞാൻ ചേർത്ത് കൊടുത്തൊന്നുള്ളൂ കേട്ടോ. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂടുതൽ ചേർത്താൽ മതി എരിവിനനുസരിച്ച്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട. ഒരുപാട് മിക്സ് ചെയ്ത് ഇതെന്താ പറയുക, റൈസൊന്നും പൊട്ടിപ്പോരുത് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന് റൈസൊക്കെ ഒന്ന് കുക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. അടച്ച് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ച് സമയം എടുത്ത് തന്നെ ഈ റൈസ് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. റൈസ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുത്, ആ ഒരു രീതിയിലായിരിക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് കുക്കായിട്ട് വന്നോളൂ ഉണ്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് അടച്ചു വെക്കുന്നു കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഓയിൽ ഉപയോഗിച്ചതിന് പകരം മുഴുവനായിട്ട് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഓയിലും ബട്ടറുമാണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്, അതായത് നന്നായിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് വറുത്തെടുക്കില്ലേ, അതുപോലെ ഫ്രൈ ചെയ്തതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് വരും. അപ്പോൾ ഈ ഒരു റൈസിൻ്റെ എരിവെന്ന് പറയുന്നത് ഒരു മീഡിയം സ്പൈസിയാണ് കേട്ടോ. ഒരുപാട് എരിവുള്ളൊരു റൈസൊന്നുമല്ല. നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, തീരെ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അത് കുക്കായിട്ട് വന്നോളും. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിയും അതുപോലെ നല്ല ഫ്ലേവറോട് കൂടിയ യാക്കിനി പുലാവ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ എന്തിനും കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും കഴിക്കാം കേട്ടോ. അടിപൊളി തന്നെയാണ്. ഒരു റായ്ത്തയോ അങ്ങനെ അച്ചാറോ അങ്ങനെ എന്തായാലും മതിയാവും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസിൻ്റെ റെസിപ്പി തന്നെയാണത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നിമിഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.